മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 119:37. കണ്ണുകൾ ശരീരത്തിൻ്റെ വിളക്കായ കണ്ണുവഴി ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും കണ്ണാണ് ആദ്യം ഒപ്പിയെടുക്കുന്നത്. കണ്ണ് കാണുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പം കണ്ണ് വഴി കാത് കേൾക്കുന്നു, അങ്ങനെ എല്ലാ ശരീരത്തിലെ അവയവങ്ങളും. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു വിളക്ക്, ശരീരത്തിലെ വിളക്ക് കത്തിച്ച് വെക്കുന്നത്, ഒരു മുറിയിലെ അന്ധകാരത്തിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രകാശിപ്പിക്കുന്നത് പോലെ ശരീരത്തിൽ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് കണ്ണുകൾ. എന്നാൽ ഈ കണ്ണുകൾ വഴി ഇന്ന് പാപത്തിൻ്റെ മേഖല, ഡോക്ടേഴ്സിനെ കണ്ണ് പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് ഇന്ന് വളരെയധികം നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 30 വയസ്സ് വരെയുള്ള മക്കൾ കണ്ണിൻ്റെ രോഗങ്ങളായിട്ടാണ് ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വയ്ക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇവിടെ പറയാണ് സങ്കീർത്തനങ്ങൾ 119:37 വ്യർത്ഥ ചിന്തകൾ, വ്യർത്ഥ കാഴ്ചകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിപ്പിക്കണം. അപ്പം നമുക്ക് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നോ അപ്പോഴെല്ലാം ചെയ്യുന്നത്, ഇപ്പോൾ ജപമാല ചൊല്ലുകയോ കരുണ ജപമാല ചൊല്ലുകയോ ബൈബിൾ വായിക്കുകയോ ഒന്നിനും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് ഒരു ഒഴിവ് കിട്ടിയാൽ, ഇപ്പോൾ ട്രെയിൻ കയറി കാറ്, എപ്പോഴും നമ്മൾ ഹോളി ബൈബിൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതേപോലെയാണ് ഇപ്പോൾ മൊബൈലിൻ്റെ പ്രവർത്തനം രാത്രിയാമങ്ങളിലെല്ലാം. അപ്പോൾ അതിന് നമുക്കൊരു വിടുതൽ കിട്ടുവാൻ, കണ്ണുകൾക്കൊരു സൗഖ്യം കിട്ടുവാൻ, അതിനുള്ള ഒരു തിരുവചനമാണ് സങ്കീർത്തനങ്ങൾ 119:37. വ്യർത്ഥ കാഴ്ചകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ, അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ, അങ്ങയുടെ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ സകല വാഗ്ദാനങ്ങളും നിറവേറ്റി തരണമേ. അപ്പോൾ കണ്ണുകളുടെ ദുരുപയോഗം, മത്തായി 6:22. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പം നിന്നിലെ അന്ധകാരം എത്രയോ വലുതായി. അപ്പോൾ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കുന്ന, കണ്ണിൻ്റെ ആത്മനിയന്ത്രണമാണ് ഏറ്റവും അധികം വേണ്ടത്. നമ്മൾ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ജപമാല എടുക്കുന്നു, അല്ലെങ്കിൽ കരുണയുടെ ജപമാല ചെല്ലുന്നു. ദൈവകരുണയുടെ നൊവേന ഇന്ന് 4ാം ദിവസമാണ്. എത്ര പേര് അത് ഓർത്തിരിക്കുന്നുണ്ട് എന്നതാണ് സംശയം. നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഒരുപാട് മ്ലേച്ഛതകൾക്കിടയിൽ ഇത്തരം ദൈവകരുണയുടെ നൊവേന, ദൈവകരുണയുടെ ജപമാല, അല്ലെങ്കിൽ സിസ്റ്റിൻ്റെ 3 മിനിറ്റ്സ് വചനങ്ങൾ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിൻ്റെ ആഗ്രഹവും ശ്രദ്ധയും കണ്ണും തിരിയുന്നത് മറ്റ് പല ചപ്പും ചവറുകളിലേക്കുമാണ്, മാലിന്യങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത് ചെയ്തു പോയ പാപങ്ങൾക്ക് 2 കരങ്ങളും കണ്ണിന്മേൽ വെച്ച് മത്തായി 6:22 എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ചെവിയുടെ ശുദ്ധീകരണത്തിന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈ 2 വചനങ്ങളും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.